ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ ബേക്കൻ റീൽസിന്റെ കോളിവുഡ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ചാപ്റ്റർ 1ഉം 2ഉം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ചാപ്റ്റർ 3 വന്നിട്ടുണ്ട്. അതാണ് നമ്മളിത് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കുറെ ആളുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. സജസ്റ്റ് ചെയ്ത എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടി, സജസ്റ്റ് ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട്. ലെറ്റ്സ് വാച്ച്. റെഡി? പ്രാവശ്യം തലൈവരും തലപതിയും ഒക്കെ ഉണ്ട്. വെയിറ്റിംഗ് ഫോർ തലപതി. തമിഴകത്തെ രോമാഞ്ചപ്പെടുത്തിയ വൻ താരങ്ങളെ നമ്മൾ കണ്ടു. പക്ഷെ യഥാർത്ഥ നായകന്മാർ ഇനിയാണ് വരാനിരിക്കുന്നത്. ബോക്സ് ഓഫീസിന്റെ അന്തകന്മാരായും അഭിനയകലയുടെ മൂർത്തിരൂപമായും മാറിയവർ. യെസ്, ദ ലെജൻഡ്സ് ഓഫ് തമിഴ് സിനിമ, കോളിവുഡ് സുപ്രീം സ്റ്റാർസ്. അണ്ണന്റെ പാട്ടന്നെ വേണം. ഒരുവൻ താൻ അഭിനയിച്ച ആദ്യ സിനിമ നടക്കാതെ പോകുന്നത് കണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. മാഗസീനുകളും പത്രങ്ങളും മീഡിയകളുമെല്ലാം അയാളെ കണക്കിന് വിമർശിച്ചു. ഒരു ഭാഗ്യം കെട്ട നായകനെന്ന് പലരും അയാളെ വിളിച്ചു. താൻ അഭിനയിച്ചുകൊണ്ടിരിക്കെയാണ് ആ സിനിമയുടെ സംവിധായകൻ മരണമടയുന്നത്. ഇൻഡസ്ട്രി മുഴുവൻ അയാളെ ബാഡ് ലക്ക് എന്ന് വിളിച്ചു. പക്ഷെ അവിടെ നിന്നും തമിഴ് സിനിമയെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. എണ്ണമറ്റ സിനിമകളിൽ നായകനായും പ്രതിനായകനായും അവതരിച്ച അയാൾ തമിഴ് മക്കളുടെ മനസ്സുകളിൽ തന്നെ സ്ഥാനം പിടിച്ചു. പണ്ട് അച്ഛന്റെ കൂടെ റേസിംഗ് കാണാൻ പോയി അതിഷ്ടപ്പെട്ട് റേസർ ആവണമെന്ന ആഗ്രഹവുമായാണ് അയാൾ ആദ്യം ജീവിച്ചത്. പലവട്ടം അയാൾക്ക് ആക്സിഡന്റുകൾ സംഭവിച്ചു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അയാൾക്ക് കഴിയില്ല എന്ന് ഡോക്ടർമാർ വിലയിരുത്തിയ ആക്സിഡന്റുകൾ. പക്ഷെ അവിടെ നിന്നെല്ലാം സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് അയാൾ തിരിച്ചു വന്നു. നായകനായി മാസ് കാണിച്ച ഒരു പിടി കഥാപാത്രങ്ങൾ അയാൾക്കുണ്ട്. വിശ്വാസവും ആരംഭവും വീരവുമെല്ലാം തമിഴ്നാടിനെ പിടിച്ചു കുലുക്കിയവയായിരുന്നു. റൊമാൻസ് ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ച കണ്ടുകൊണ്ടേൻ, കാതൽ കോട്ടൈ, പൂവെല്ലാം മുൻവാസം തുടങ്ങിയവയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അയാളെ വേറെ ലെവലാക്കുന്നത് അയാളിലെ ആ നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ്. മങ്കാത്തയിലെ വിനായക് മഹാദേവിനെയും ബില്ലയിലെ ഡേവിഡ് ബില്ലയെയും അത്രത്തോളം ടെററായി തന്നെയാണ് നമ്മൾ കണ്ടത്. ഒപ്പം എടുത്തു പറയേണ്ടത് വരലാരി എന്ന സിനിമ കൂടിയാണ്. 2000കളിൽ മുൻനിര ആക്ടർമാരും ഒരു ഫെമിനിൻ ക്യാരക്ടർ ചെയ്യാൻ മടിച്ചിരുന്ന കാലത്താണ് അയാൾ സ്ത്രീവേഷവും അണിഞ്ഞ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. സിനിമയ്ക്ക് വേണ്ടി എന്തും ഡെഡിക്കേറ്റ് ചെയ്യാൻ അയാൾ തയ്യാറാണ്. ഒരു സിനിമയിലെ കാർ ചേസിനിടെ അയാളുടെ കാൽ മടങ്ങി എല്ലു പൊട്ടുന്നു. സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്ന അയാൾ അന്ന് ഡയറക്ടറോട് പറഞ്ഞത്, നിങ്ങൾ ടൈം ചാർട്ട് തെറ്റിക്കണ്ട, ഞാൻ നാളെ സെറ്റിൽ ഉണ്ടാകുമെന്നാണ്. സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഇയാൾ സ്ക്രീനിനു പുറത്തും തന്റെ ആരാധകരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും കൈയയച്ച് സഹായിക്കുന്ന ആൾ കൂടിയാണ്. പലതും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതെ, ഒറ്റയ്ക്ക് ഫീൽഡിൽ വന്ന തമിഴകത്തിന്റെ സെൽഫ് മെയ്ഡ് സൂപ്പർ സ്റ്റാർ. തല എന്നൊരു വിളിപ്പേര് പറയേണ്ട താമസത്തിൽ ആർക്ക് വിളിച്ച ജനങ്ങളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് നസ്രിയ പറഞ്ഞ ആ നടൻ തന്നെ. കിങ് നഹി, കിങ് മേക്കർ ഹേ, ദേർ തല, അവർ തല, none other than അജിത് കുമാർ. വിശ്വാസം തന്നെയല്ലേ ആദ്യം കാണിച്ചത്. സീക്വൽ 1 ആക്ടിംഗ് മാസ്ട്രോസ്. ഓഹോ, രാജു ബായ്. அந்த பண்டிங்க கிட்ட போய் சிங்கத்தை பத்தி கேட்டா என்ன தெரியும்? ராஜு பாய். ഇനി പറയാൻ പോകുന്നത് തമിഴ് മണ്ണിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച ഒരാളെ കുറിച്ചാണ്. അയാൾക്ക് പണ്ടൊക്കെ പൊക്കമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കിയിരുന്നു. ഇനി അഭിനയിക്കുമ്പോൾ അനുഷ്കയ്ക്കപ്പുറത്ത് സ്റ്റൂളിട്ട് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ചില TV ഷോകളിൽ കേട്ടിരുന്നു. ഇവൻ എവിടെയും എത്തില്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകളും. പക്ഷെ അവിടെ നിന്നും തമിഴകം കണ്ടത് ഒരു പോരാളിയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. എതിരെ പറഞ്ഞവർക്കും പുച്ഛിച്ചു തള്ളിയവർക്കും മുന്നിലൂടെ അയാൾ സിനിമാ ഇൻഡസ്ട്രി ഒട്ടാകെ വളർന്നു. മികച്ച സിനിമകളുമായി അയാൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റി. അഭിനയത്തിൽ ഇയാളെ വെല്ലുന്ന മറ്റൊരു തമിഴ്നാടൻ ഉണ്ടോ എന്നത് സംശയമാണ്. മാസ് കാണിക്കാൻ തന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ച അഞ്ചാനും സിംഗവും, റൊമാൻസിൽ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ വികാരമായി മാറിയ വാരണമായിരവും സില്ലിനൊരു കാതലും, അതിനപ്പുറം വില്ലന്റെ മാനറിസങ്ങൾ കണ്ട വിക്രത്തിലെ റോളക്സും 24-ലെ ആത്രയുമെല്ലാം നമ്മൾ എങ്ങനെയാണ് മറക്കുക?
എന്നാൽ അഭിനയം എന്ന കലയിൽ അയാളുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് അറിയണമെങ്കിൽ മറ്റു ചില സിനിമകൾ കൂടെ കണ്ടാൽ മതി. സൂറൈ പോട്ടർ എന്ന സിനിമയിലെ നെടുമാരൻ രാജാംഗം നഷ്ടസ്വപ്നങ്ങളെ ഓർത്ത് ചില്ലിലൂടെ നോക്കുന്ന ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ഒപ്പം നന്ദയിലെ വിഷം കലർന്ന ചോറ് അമ്മ നൽകുമ്പോഴുള്ള ആ എക്സ്പ്രഷനും, പിന്നെ നമ്മളെ അമ്പരപ്പിച്ച ഏഴാം അറിവിലെ ബോധിധർമ്മൻ, ആയുധ എഴുത്തിലെ മൈക്കിൾ വസന്ത്, ആ ലിസ്റ്റ് ഇനിയും നീളും. അതെ, അയാളിലെ അഭിനേതാവിനെ നിങ്ങൾ ഒരു വട്ടം പൂർണ്ണമായി കണ്ടാൽ നിങ്ങൾക്ക് അയാളുടെ ആരാധകനാകാതെ പറ്റില്ല. അഭിനയത്തിന്റെ മൂർത്തിരൂപമായ അയാളെ നടുപ്പിൻ നായകൻ എന്ന പേര് ചൊല്ലി ഇൻഡസ്ട്രിയും ആരാധകരും ഒരുപോലെ വിളിക്കുന്നു. യെസ്, നമ്മുടെ റോളക്സ്, നമ്മുടെ ബോധിധർമ്മൻ, നമ്മുടെ ചന്ദ്രു, മാസ്റ്റർ ഓഫ് ആക്ടിംഗ്, മാസ്റ്റർ ഓഫ് വെർസാറ്റിലിറ്റി, വൺ ആൻഡ് ഓൺലി സൂര്യ ശിവകുമാർ. പെട്ടെന്ന് പറഞ്ഞു തീർക്കൂലേ? അജിത്തിനെ കുറെ പറഞ്ഞു, ഇത് കുറച്ച് പറഞ്ഞു തീർത്തു. நீ மட்டும் சரியான வீரனா இருந்தா அந்த மாமூடிய கட்டி மூஞ்சிய காட்டு காட்டி பாரு. கர்ணங்கிற பேர்ல இந்த உலகத்தை நீ ஏமாத்தலாம். ஆனா எனக்கு தெரியும் நீ யாருன்னு. மிருகம் உள்ளே கடவுள் விளங்க முடியா കവിതയിനാ. അടുത്തത് ആരാണെന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾക്ക് രോമാഞ്ചമാണ്. കുട്ടിക്കാലം മുതൽക്കേ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ അയാൾ ഇന്ന് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാവാണ്. ഒരു കാലഘട്ടത്തിൽ അയാളുടെ സിനിമകളെല്ലാം കണക്കിന് പൊട്ടിയിരുന്നു. ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്ന പല സിനിമകളും അയാളുടെ പ്രൊഡക്ഷൻ ഹൗസായ രാജ് കമൽ മൂവീസിന്റെ അവസാനത്തിന് കാരണമാകുമെന്ന് പലരും വിലയിരുത്തി. പക്ഷേ ഏജന്റ് വിക്രമായി വന്ന ലോക്കിയുടെ സിനിമ എല്ലാം മാറ്റിമറിച്ചു. അയാൾ വീണ്ടും ഇൻഡസ്ട്രിയൽ ബോക്സ് ഓഫീസിലേക്ക് ശക്തമായി തിരിച്ചു വന്നു. ഇനി ശങ്കറിന്റെ ഇന്ത്യൻ 2 പോലെയുള്ള വൻ സിനിമകളും വരാനിരിക്കുന്നു. അയാളിലെ അഭിനേതാവിനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണിത്. അഭിനയകലയെ എല്ലാ രീതിയിലും യൂസ് ചെയ്തുകൊണ്ട് അയാൾ എന്ന സിനിമയുടെ തന്നെ മുഖപാത്രമായി മാറിക്കഴിഞ്ഞിരുന്നു. ഗോഡ് ഫാദർ അഡാപ്റ്റേഷനായി വന്ന ഇന്ത്യൻ സിനിമയെ മുഴുവൻ ഞെട്ടിച്ച മണിരത്നത്തിന്റെ നായകൻ ഇന്ത്യക്ക് പുതിയ വഴിയാണ് വെട്ടിക്കൊടുത്തത്. അൻപേ ശിവം എന്ന ഓൾ ടൈം ക്ലാസിക്കിലെ നല്ല ശിവം എന്ന ആ ക്യാരക്ടറൊക്കെ ഇന്നും ഏവരുടെയും ഫേവറേറ്റ് ആണ്. ലിസ്റ്റ് ഇനിയും എടുത്താൽ ഗുണയും ആളവന്താനും ഹേറാമും വിരുമാണ്ടിയും വിശ്വരൂപവും പോലെ ഒരുപാട് സിനിമകൾ ഇനിയുമുണ്ട്. അയാൾ സിനിമാഭിനയത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന് തെളിയിക്കാൻ 10 വേഷങ്ങളിൽ അയാൾ പൂണ്ടു വിളയാടിയ ദശാവതാരം തന്നെ ധാരാളമാണ്. അഭിനയത്തിൽ മാത്രമല്ല, സിനിമാ നിർമ്മാണത്തിന്റെ ഏറെക്കുറെ എല്ലാ മേഖലയിലും അയാൾ മികച്ചത് തന്നെയായിരുന്നു. ടെറന്റീനോയുടെ കിൽ ബിൽ പോലെയുള്ള ഹോളിവുഡ് ഓൾ ടൈം ബെസ്റ്റിൽ ഇൻട്രോ ആയി യൂസ് ചെയ്ത ആനിമേഷനുകൾ ആളവന്താൻ എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയതാണെന്ന് ടെറന്റീനോ തന്നെ പറയുന്നുണ്ട്. അയാളിലെ ഡയറക്ടറുടെ ഡീറ്റെയിലിംഗ് ലോകം തന്നെ പ്രശംസിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂണിസവും ടെററിസവും പാർഷ്യാലിറ്റിയും ഒക്കെ അയാളുടെ സിനിമകളിൽ കൃത്യമായി വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഏതൊരു സിനിമാ സങ്കേതവും ആദ്യം യൂസ് ചെയ്ത് സിനിമയ്ക്ക് ഫെമിലിയർ ആക്കിയതും അയാൾ തന്നെയാണ്. തമിഴിലെ ഫസ്റ്റ് ഡിജിറ്റലി എഡിറ്റഡ് സിനിമ, ഫസ്റ്റ് ഡോൾബി സിനിമ, ആദ്യമായി പ്രോസ്തറ്റിക് മേക്കപ്പ് യൂസ് ചെയ്ത സിനിമ, മോഷൻ കൺട്രോൾ യൂസ് ചെയ്ത ആദ്യ സിനിമ, ഒരു റിയൽ ടൈം സിനിമയിൽ ആനിമേഷൻ യൂസ് ചെയ്ത ആദ്യ സിനിമ, ലിസ്റ്റ് ഇനിയും നീളും. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ട്, ഇതിൽ ഏറെക്കുറെ എല്ലാതും ഇന്ത്യൻ സിനിമയിൽ പോലും ആദ്യമായിരുന്നു. അതെ, തമിഴ് സിനിമയുടെ, സൗത്ത് ഇന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ ഒരേയൊരു അഹങ്കാരം. അയാളുടെ പാട്ടിലെ വരികൾ തന്നെ അയാളെ വർണ്ണിക്കാൻ ധാരാളം. ഉലകമെങ്കിലും ഉന്നൈ മിഞ്ചിടയാറ്, ഉന്നൈ പെട്ര പെരുമൈ കൊള്ളുന്ന നാട്. അതെ, ഉലകനായകൻ എന്ന പേരിട്ട് ഇന്ത്യൻ സമൂഹം ഒന്നാകെ വിളിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ കലാരംഗത്തിന്റെ കുലപതി, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, വൺസ് ഇൻ എ ലൈഫ് ടൈം വണ്ടർ, കമൽ ഹാസൻ. ഈ മനുഷ്യനെയാണ് ശങ്കർ വധം ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ടൂറിസം. ശങ്കര മാത്രം പറഞ്ഞ പോലെ തെരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയും പറയണം. വിക്രത്തിലൂടെ വന്ന് ഇന്ത്യയിലൂടെ പോയി. எப்ப புரியுதா நீ யாருக்குள்ள ஆள் அனுப்பிச்சிருக்கன்னு? காரு வர சத்தம் கேக்குது. ஜெயிலர் வந்துட்டாருன்னு நினைக்கிறேன். ஒத்துப்பாரு சிங்க யாருக்காக ஆள் அமைச்சிருக்கான்னு. പണ്ട് ഒന്നിനും കൊള്ളാത്തവൻ, കുള്ളൻ, കറുത്തവൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സമൂഹം ഒറ്റയ്ക്കാക്കിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കറുത്തതാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റുഡിയോ സെറ്റിൽ നിന്നും അയാളെ പുറത്താക്കിയിരുന്നു. പക്ഷെ ആ ഇൻസൾട്ടുകളെ ഇൻവെസ്റ്റ്മെന്റ് ആക്കിക്കൊണ്ട് അയാൾ തിരിച്ചു വന്നു. അന്ന് തന്നെ പടിയിറക്കി വിട്ട ആ സ്റ്റുഡിയോ സെറ്റ് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ഒരു 555 സിഗരറ്റ് ചുണ്ടിൽ ചവച്ച് ഒരു നൃത്തമുണ്ട്. സിനിമാ ഫ്രെയിം പോലും തോറ്റുപോകും അതിന്റെ മുൻപിൽ.
ആർക്കും വേണ്ടാത്തവൻ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ രാജാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഇന്നും കറുത്തിട്ടാണ്. ഇന്നും അയാൾക്ക് വലിയ ഉയരമൊന്നുമില്ല. പക്ഷെ അയാൾക്കൊന്നുണ്ട്, പലരും ഭേദിക്കാൻ കഷ്ടപ്പെട്ട, പലർക്കും ഭേദിക്കാൻ കഴിയാത്ത ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുന്ന ആ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ. ജനം അയാളുടെ പേര് കേട്ടാൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് പാഞ്ഞെടുക്കും. വിമർശകർ പോലും അയാളുടെ ആരാധകരായി മാറും. കമേഴ്ഷ്യൽ സിനിമകൾ തന്റെ കുത്തകയാക്കി അയാൾ എന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ അയാളുടെ പേരിനപ്പുറം മറ്റൊന്നും തമിഴ് ബോക്സ് ഓഫീസിന് പറയാനുണ്ടായിരുന്നില്ല. മുത്തു, പടയപ്പ, ഭാഷ തുടങ്ങിയ ബോക്സ് ഓഫീസിന് തീയിട്ട ചിത്രങ്ങൾ അയാളുടെ സൂപ്പർ സ്റ്റാർഡം എന്താണെന്ന് കാണിച്ചു തന്നു. ഒരു മാസ് ആക്ഷൻ ഹീറോയായി അയാൾ അവരോധിക്കപ്പെടുകയായിരുന്നു. ഇന്നും അത് അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്റ്റൈലിഷ് നടത്തങ്ങളും മാസ് സ്മോക്കിംഗ് സീനുകളും ആരാധകർ ഒരു 100 ആവർത്തി പറഞ്ഞ അസ്റ്റോണിഷിംഗ് ഡയലോഗുകളും അതെല്ലാം ഉറപ്പിക്കുന്നവ തന്നെയാണ്. അന്നത്തെ മാസ് ഹീറോ പരിവേഷത്തിനപ്പുറം ഇന്നും അയാൾ അത് തുടരുകയാണ്. ജയിലർ സിനിമയിലെ മുത്തുവേൽ പാണ്ഡ്യൻ തന്നെ അതിനുദാഹരണം. അയാളോളം സ്റ്റൈലിഷും മാസുമായി മറ്റൊരാൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ വെറും മാസും ആക്ഷനും ചേർന്നത് മാത്രമല്ല അയാൾ. ദളപതിയിലെ സൂര്യ എന്ന ക്യാരക്ടർ ഇന്നും നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ. കൂടാതെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അത്ഭുതമായി മാറിയ എന്തിരൻ, ഒപ്പം ഇന്നും ആരാധകർ തിരഞ്ഞുപിടിച്ചു കാണുന്ന ഒട്ടേറെ മറ്റു സിനിമകളും. അന്ന് അണ്ണാമലൈ സിനിമയുടെ 8mm സ്ക്രീനിൽ തെളിഞ്ഞ വെളിച്ചത്തിൽ വന്ന ആ ടൈറ്റിൽ കാർഡ് ഇന്നും ജീവനോടെ തന്നെയുണ്ട്. ടെക്നോളജി എത്ര പുരോഗമിച്ചാലും എത്രയേറെ മാറ്റങ്ങൾ സിനിമയിൽ വന്നാലും ആ പഴയ റെട്രോ ടൈറ്റിലിന്റെ ആരാധന ഒരിക്കലും ആയില്ല. അതെ, തമിഴ് ബോക്സ് ഓഫീസിന്റെ സകലകാല രാജാവ്, ദ എവർ, ദ സ്വാഗസ്റ്റ് എവർ, ഗൂസ്പം ബ്രഷിംഗ് കിങ് ഓഫ് കോളിവുഡ്, സിംഗിളാതാ വന്ന നമ്മ ഹീറോ, ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. തലൈവർ ഇപ്പോഴും തമ്മ, നോ ഡൗട്ട്. എന്റെ പൊന്നേ, അലക്സ് വന്നിട്ടോ, അതാണ് മറുവാദി. ഇതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇനി വരാനുള്ളത് ഒരേ ഒരാൾ മാത്രം. ഇന്ന് തമിഴ് സിനിമ ലോകത്തിനു മുന്നിൽ അറിയപ്പെടുന്നത് പോലും അയാൾ കാരണമാണ്. പണ്ട് അത്രയേറെ വിമർശനങ്ങൾ അയാൾ നേരിട്ടിരുന്നു. വലിയ ബോഡിയൊന്നുമില്ലാത്ത അയാളുടെ മാസ് രംഗങ്ങൾ എല്ലായിടത്തും ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ നിന്നും നമ്മൾ കണ്ടത് ഒരു ചരിത്രമാണ്. ഒന്നിനും കൊള്ളാത്തവൻ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ തലവര മാറ്റിയ ചരിത്രം. ട്രോൾ മാത്രം ചെയ്ത തമിഴ് മക്കളുടെ തന്നെ രാജാവായി മാറിയ ഒരു ഇതിഹാസത്തിന്റെ ചരിത്രം. ബോക്സ് ഓഫീസിന് എന്നും പേടി സ്വപ്നമായ ഒരു തമിഴ് കിങ് മേക്കറുടെ ചരിത്രം. ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടായിരുന്നു അയാളുടെ തുടക്കം. ഖുഷി, തുള്ളാതെ മനവും തുള്ളും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അയാൾ യുവാക്കളുടെ മനസ്സ് കീഴടക്കി. പിന്നീടും അയാൾക്കൊരു മോശം കാലം വന്നു. വലിയ ഹിറ്റുകൾ ഇല്ലാതിരുന്നൊരു കാലം. പക്ഷെ അതിലും വലിയ വെല്ലുവിളികൾ കടന്നു വന്നവന് ഇതെല്ലാം എന്ത്? ബോക്സ് ഓഫീസ് പവറില്ലെന്ന് പറഞ്ഞവൻ പിന്നീട് പലതും ചെയ്തു കാണിച്ചു. ഇന്ന് അയാളോളം മറ്റാർക്കും ഇത്രയേറെ ബോക്സ് ഓഫീസ് പവർ ഇല്ല. മോശം സിനിമകൾ പോലും അയാൾ 100, 200, 300 കോടി ക്ലബിലേക്ക് കയറ്റി. കത്തി, തെരി, മെർസൽ തുടങ്ങിയ സിനിമകളിലൂടെ അയാൾ തമിഴ് ബോക്സ് ഓഫീസിന്റെ കുലപതിയായി മാറി. പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അയാളുടെ പേരിൽ തന്നെ ഒരു ഗത്തുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രേക്ഷകർ ഇത്രത്തോളം ആരാധിക്കുന്ന മറ്റൊരു മാസ് ഹീറോ ഇല്ല. അയാളുടെ സിനിമകൾക്ക് എന്തിനു പറയുന്നു, ട്രെയിലർ റിലീസിന് പോലും നിറഞ്ഞു കവിയുന്ന തിയേറ്ററുകൾ തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അയാളുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അയാളെ തന്നെ കണ്ടിരിക്കാൻ നമുക്ക് തോന്നിപ്പോകും. ഒപ്പം തിയേറ്ററുകൾക്ക് തീയിടുന്ന ഡയലോഗ് ഡെലിവറിയും എക്സ്ക്യൂസിറ്റ് ഫൈറ്റ് സീക്വലുകളും, അതിനൊപ്പം തന്നെ അത്രത്തോളം മെയ്വഴക്കത്തോടെ അയാൾ ഹാൻഡിൽ ചെയ്യുന്ന ഡാൻസ് രംഗങ്ങളും ചേരുമ്പോൾ തിയേറ്റർ പൂരപ്പറമ്പാകാൻ മറ്റൊന്നും വേണ്ട. ഇപ്പോഴും അഭിനയിക്കാൻ അറിയില്ല എന്ന് കുരയ്ക്കുന്നവർ പണ്ടത്തെ സച്ചിനും ഷാജഹാനും ഞങ്ങൾ പറഞ്ഞ ഖുഷിയുമൊക്കെ ഒന്ന് കണ്ടാൽ മതി. കേവലം രക്ഷകൻ റോളുകൾ മാത്രമല്ല അയാളെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇമോഷണൽ രംഗങ്ങൾ തന്മയത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന മാസ്റ്ററും കത്തിയും. റൊമാൻസിൽ അയാൾ മികച്ചത് തന്നെയാണെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ മറ്റു ചിത്രങ്ങൾ. സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അയാൾ, സമൂഹത്തിന് വേണ്ടി അയാൾ ഇന്നും പോരാടിയിട്ടുണ്ട്. പെട്രോൾ വിലവർദ്ധനവിനെതിരെ സൈക്കിൾ എടുത്തിറങ്ങിയതും
ജല്ലിക്കെട്ട് വിഷയത്തിൽ സാധാരണ യുവാക്കൾക്കൊപ്പം പോരാടാൻ ഇറങ്ങിയതും നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇന്ന് അയാൾ സിനിമയിലെ നായകസ്ഥാനം ഉപേക്ഷിക്കാൻ പോവുകയാണ്. അയാൾ ജനങ്ങളുടെ നായകനാകാൻ ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, അത്രയേറെ പീക്കിൽ നിൽക്കുന്ന സമയം, താനൊരു സിനിമയിൽ അഭിനയിച്ചാൽ 200 കോടി ഉറപ്പ് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം. പക്ഷെ അവിടെ നിന്നും അദ്ദേഹം അത് ഉപേക്ഷിച്ച് തന്റെ ജനങ്ങൾക്കൊപ്പം ചേരുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അയാൾക്ക് വലുത് ഈ സമൂഹം തന്നെയാണെന്ന്. തമിഴ് മക്കളുടെ സ്വന്തം പുത്രൻ, മലയാളികളുടെ പോലും വികാരവും അഹങ്കാരവും, സമാനതകളില്ലാത്ത ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ കാവലാൾ, ഇനി ജനങ്ങളുടെയും. പഴയ എതിരികളെ തന്റെ രസികർ പടയിലേക്ക് എന്നും ചേർത്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്വന്തം ദളപതി. നോട്ട് ദ സൂപ്പർ സ്റ്റാർ ബട്ട് ദ സുപ്രീം സ്റ്റാർ, ഐക്കൺ ഓഫ് ഇന്ത്യൻ സിനിമ, ഇമോഷൻ ഓഫ് ക്രോർസ്, ദ സ്റ്റൈലിഷ് എവർ, ദളപതി വിജയ്. ഇത് വെട്രി മണി മാരൻ ഗീതത്തിന്റെ ക്യാരക്ടർ കേട്ടോ. He is the biggest criminal. He is the biggest businessman. This is the biggest national issue. Same. I am also CEO. Oh, wonderful. Which one? India. Of course, we are waiting. ഒന്നും പറയാനില്ല, കിട്ടില്ല. ചാപ്റ്റർ 1ഉം 2ഉം പോലെ തന്നെ 3യും കിക്കിടില്ല. കാരണം എന്തില് വിജയണ്ണനും കൂടി വന്നതോടുകൂടി സെറ്റായിട്ടുണ്ട്. പറഞ്ഞെല്ലാം ഓക്കെയാണ്. തലയുടെ ക്യാരക്ടർ ഇത് ജസ്റ്റ് ഒന്ന് പറയാം, ഈ കുറെ വീഡിയോന്റെ ലോങ് ആണ്, എന്നാലും പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് വിജയണ്ണനെ കുറിച്ച്. സോ അതിലേക്ക് വരാം. തല സെറ്റാണ്, കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നൈസായിരുന്നു. സൂര്യ, നടിപ്പിൻ നായകൻ സൂര്യ, പെട്ടെന്ന് പറഞ്ഞു തീർത്ത പോലെ തോന്നി, എന്നാലും സംഭവം കിടിലനാണ്. സൂര്യനെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതിൽ ആ തുടക്കത്തിൽ TV ഷോസിൽ 2 പെൺകുട്ടികൾ വന്നിട്ട് ഈ കുള്ളനാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയെ ഇപ്പോഴും പോലും അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് ആലോചിച്ചിട്ട് അയ്യോ സംഭവിച്ചു പോയല്ലോ ദൈവമേ എന്ന് ആലോചിക്കുന്നുണ്ടാവും. കാരണം ഇപ്പോഴും ഇതുപോലെ വീഡിയോയിൽ വരും, അവരത് കാണും, അല്ല അവർക്കത് വേണം, അത് വേറെ കാര്യം. പിന്നെ തലൈവർ രജനീകാന്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ തന്നെ, ഈ പുള്ളിയിൽ നിന്നും ആ സ്റ്റൈല് പകരം വെക്കാൻ ഒരാൾക്കും കഴിയില്ല. ആ സ്റ്റൈല് പിടിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് പുള്ളിക്കാരൻ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഇപ്പോഴും കിങ് ആണ് ആ കാര്യത്തിൽ. ആൻഡ് തലപതി മുത്താണ്. തലപതി പറഞ്ഞ പോലെ കുറെ ഫ്ലോപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാലും കൊമേഴ്ഷ്യൽ ഹിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാരൻ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരുപാട് കുറ്റം പറയുന്ന ആളുകൾ, ഈ വിജയനെ അത്രയും കുറ്റം പറയുന്ന ആളുകൾ, പക്ഷെ പുള്ളിക്കാരന്റെ സിനിമ വന്നാൽ പോയിരുന്ന് കാണും, എന്നിട്ട് വന്നിട്ട് കുറ്റം പറയും. അത് വിജയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, വിജയ് ഹേറ്റേഴ്സിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. പക്ഷെ അതും വിജയുടെ പവറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇതിൽ പറഞ്ഞ പോലെ സിനിമ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നു തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ആരാധകരുടെയും മറ്റ് ഫാൻസിന്റെയും ആവശ്യപ്രകാരം തന്നെ പുള്ളി സിനിമ മുഴുവനായിട്ട് നിർത്തില്ല എന്നും വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ചെയ്യാൻ ശ്രമിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വർഷത്തിൽ ഒരു സിനിമയെങ്കിലും വരും. ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഉള്ള അത്രയും സജീവമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ മതി, വർഷത്തിൽ ഒരു നല്ല പടം, അത് മതി, ടൈം എടുത്ത് നല്ലൊരു സിനിമ ചെയ്താൽ മതി. അപ്പൊ അതുണ്ടാവും. കംപ്ലീറ്റ് നിർത്തി എന്നുള്ള സംഭവം പിൻവലിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പറഞ്ഞ വാക്ക് മാറ്റിയതിൽ ഒരു സന്തോഷം തോന്നുന്നത്. സോ അതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്റ്റാർ ഇതിൽ ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് നമുക്ക് നോക്കാം, ഏറ്റവും കൂടുതൽ പവർഫുൾ തല അജിത്താണോ, സൂര്യയാണോ, അതോ രജനീകാന്ത് ആണോ, അതോ തലപതി വിജയ് ആണോ എന്നുള്ളത് കമന്റിൽ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.